ആദ്യം അവർ കാണാതിരിക്കാൻ കെട്ടിട്ടിട്ടാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെ അക്ഷരങ്ങളായിട്ട് തന്നെ പ്രത്യേകം വിഘടിപ്പിച്ച് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഭാഷ എന്ന് പറയുന്നത് അനവധി കാലമായി നമ്മൾ ഉപയോഗിച്ച് സിദ്ധി വന്ന ഒന്നാണ്. അങ്ങേപ്പോലൊരാള് അത്തരത്തിലുള്ള ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്നാണ്? എനിക്ക് എന്തൊക്കെ ദോഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ മറ്റെന്തെങ്കിലും ജോലി നോക്കാമെന്നുള്ളതാണ്. കാവിനെയാണ് ദേവതയായിട്ട് കൂട്ടിയിരിക്കുന്നത്. കാവാണ് ദേവത. പട്ടെടുത്ത് പരഞ്ചോതി വിട്ടെടുത്ത് ചുവാക്കളി എന്ന് പറഞ്ഞൊരു കുട്ടിച്ചാത്തൻ മന്ത്രം. മിയോവാക്കി ഫോറസ്റ്റ് ഒക്കെ വെച്ചാൽ അത് ഹോഹോ, സർപ്പക്കാവ് ഹി മോശം, ദ്രാവിഡം. സംസ്കൃതമല്ലാതെ ഭാഷാമന്ത്രങ്ങളുടെ പ്രയോഗങ്ങൾ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് തെക്കൻ ഇന്ത്യയിൽ ധാരാളം ഭാഷാമന്ത്രങ്ങൾ കിട്ടും. വടക്കാണെങ്കിലും ഇപ്പോൾ ഹനുമാൻ ചാലീസ പോലുള്ള സാബേർ പോലുള്ള മന്ത്രങ്ങളുടെ വരുന്നുണ്ട്. ഇപ്പം ഇതിനും ഈ ഷഡംഗങ്ങളും മറ്റുള്ള ചിട്ടകളും അതേപോലെ ഉണ്ടോ? മാത്രമല്ല പലരും പറയുന്നത് ഭാഷാമന്ത്രങ്ങൾക്ക് എളുപ്പത്തിൽ ഫലസിദ്ധി വരുന്നുണ്ട് എന്നൊക്കെയാണ്. അതിനെപ്പറ്റി ഒന്ന്, ആണെങ്കിലേ മന്ത്രമാകൂ എന്നുള്ളൊരു ധാരണ പൊതുവിലുണ്ട്, അതുകൊണ്ട് ചോദിക്കുകയാണ്. അങ്ങനെയല്ല, സംസ്കൃത ഭാഷാമന്ത്രങ്ങൾക്ക് വളരെ ഫലസിദ്ധിയുള്ള മന്ത്രങ്ങളുണ്ട്. ഈ വേദം, കേരളത്തിലേക്ക് വേദം വരുന്ന കാലത്ത് തന്നെ ഇവിടെ ഭാഷാമന്ത്രങ്ങളുണ്ട്. അതായത് വേദം കൊണ്ട് ബ്രാഹ്മണാഗമനം ഇവിടെ ഉണ്ടാകുന്ന കാലത്തിന് മുൻപേ തന്നെ ഇവിടെ മലയെടുത്ത് കടലിലിടുന്ന അത്ര വലിയ മന്ത്രരുണ്ടായിരുന്നു എന്നാ പറയപ്പെടുന്നു. അന്നേ മുതലേ ഭാഷാമന്ത്രങ്ങളുണ്ട്. നമ്മുടെ പൂർവികർ, ഋഷി എന്ന് പറയുന്ന ആൾ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ ഭസ്മക്കുറിയൊക്കെ തൊട്ട് ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഇതുപോലെ കസവ് കൊണ്ടിട്ടിരിക്കുന്ന ആളായിരിക്കണം എന്ന് വിചാരിക്കരുത്. ഒരു വനവാസിയായിരിക്കും അദ്ദേഹത്തിൻ്റെ തപസ്സിലൂടെ ജ്ഞാനത്തിലൂടെ ഉണ്ടാക്കിയെടുത്ത ശബ്ദശകലങ്ങളാണ് പിന്നീട് മന്ത്രങ്ങളായിട്ട് വരുന്നത്. അത് ഉപയോഗിച്ച് അദ്ദേഹം ഒരു ജനതയെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ മുഴുവൻ രക്ഷിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പിന്നീട് പ്രയോഗത്തിൽ വന്നിട്ടാണ് ഈ പരമ്പരകൾ അത് ഉപയോഗിച്ച് വരുന്നത്. അതിൽ തന്നെ പിന്നീട് സിദ്ധന്മാരുണ്ടാവും. ആ മന്ത്രങ്ങളെ ചേർത്തുകൊണ്ട് മന്ത്രങ്ങൾ ഉണ്ടാക്കും, ആ മന്ത്രങ്ങളെ വിഭജിച്ച് മന്ത്രങ്ങൾ ഉണ്ടാക്കും. അങ്ങനെയൊക്കെ മന്ത്രങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ പേര് അല്ലെങ്കിൽ ഇവരുടെ ഒരു ഐഡൻറ്റിറ്റി ഇവർക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് അതിന് ഋഷി ഛന്ദസ്സൊന്നും കാണാത്തത്. എന്നാൽ ഋഷി ഛന്ദസ് ഉള്ള ഭാഷാമന്ത്രങ്ങളുണ്ട്. ഇപ്പം പട്ടെടുത്ത് പരഞ്ചോതി വിട്ടെടുത്ത് ചുവാക്കളി എന്ന് പറഞ്ഞൊരു കുട്ടിച്ചാത്തൻ മന്ത്രം, അതിന് ഋഷി ഛന്ദസ്സൊക്കെ ഉണ്ട്. സംസ്കൃതത്തിൽ അതേ ഛന്ദസ്സിന്റെ അതുപോലെയൊക്കെ തന്നെ. പിന്നെ വാർത്താളി മന്ത്രങ്ങളുണ്ട്. പന്നിമുഖിയമ്മേ പന്നിമുഖിയമ്പേ, വാർത്താളിയമ്പേ വാർത്താളിയമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുന്ന മന്ത്രമുണ്ട്. എല്ലാം വിളി മന്ത്രങ്ങൾ, വിളിയാണ്. ഈ പൊള്ളലിന് വേണ്ടിയിട്ട് ഊതുന്ന ഒരു മന്ത്രമുണ്ട്. പൊള്ളലിന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും. പക്ഷെ അത്രയ്ക്ക് ചെറിയ മന്ത്രങ്ങളാണ്. അത് കാക്ക തീക്ക് പോയി ഹനുമാൻ വിറകിന് പോയി അക്കരെ കത്തി ഇക്കരെ കെട്ടു സ്വാഹ, ഒരു മന്ത്രം. അത് ഈ പൊള്ളൽ വരാതിരിക്കാൻ വേണ്ടി ഊതാൻ ഉപയോഗിക്കുന്നത്. ഊതേണ്ട ശബ്ദം പുറത്തു വിടേണ്ട ഒരു രീതിയുണ്ട്. ആ രീതി ചെയ്താലേ അത് ഫലിക്കുള്ളൂ. ഞാനീ പറഞ്ഞ പോലെ അല്ല അതിന്റെ രീതി. പക്ഷെ മന്ത്രത്തിന്റെ ലിറിക്സ് ഇതാണ്, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഭാഷാമന്ത്രങ്ങളിലും സിദ്ധി വന്നവർക്കാണ് കേവല സിദ്ധി ഉള്ള ഏതെങ്കിലും ഒരു നാമം ജപിച്ച സിദ്ധിയുള്ള ഒരാൾ ഊതിയാൽ പോലും ഫലിക്കും. നമ്മുടേതുപോലെയുള്ള മന്ത്രപരിശരണം ഒന്നും അതിന് ആവശ്യമില്ല. ഇല്ല. കാരണം നമ്മൾ ഭാഷ എന്ന് പറയുന്നത് അനവധി കാലമായി നമ്മൾ ഉപയോഗിച്ച് സിദ്ധി വന്ന ഒന്നാണ്. ഭാഷ നിങ്ങൾ ജനിച്ച കാലം മുതലേ അക്ഷരങ്ങളെ എടുത്ത് പ്രയോഗിച്ച് ഭാഷാമന്ത്രങ്ങൾ നിങ്ങൾക്ക് അറിയാണ്ട് തന്നെ സിദ്ധിയായിട്ടുണ്ട്. അപ്പോൾ ആ ഭാഷയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ചാൽ പെട്ടെന്ന് ഫലിക്കും. സംസ്കൃതം എന്ന് പറയുന്നതിനെ നമ്മൾ അക്ഷരങ്ങളെ ഒന്ന് സംസ്കരിക്കപ്പെട്ടതാണ് സംസ്കൃതം എന്ന് പറയുന്നത്. കുറച്ചുകൂടെ ഒന്ന് പോളിഷ്ഡ് ആയിട്ട് യൂസ് ചെയ്യാണ്. അത് ഉപയോഗിക്കണമെങ്കിൽ നമുക്കൊരു കുറച്ചുകൂടി ഒരു ട്രെയിൻഡ് സംവിധാനം വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ സാധാരണ ഒരു വില്ലുവമ്പും ഒരു വടി വളച്ച് കെട്ടിയ ഒരു സാധാരണ മുള കൊണ്ടുള്ള ഒരു വില്ലുവമ്പും ആർക്കും പ്രയോഗിക്കാം. പക്ഷെ അത് ഇപ്പോഴത്തെ ഇന്റർനാഷണൽ പർപ്പസിൽ ഉപയോഗിക്കുന്ന ഒരു ബോ ആൻഡ് ആരോ നമുക്ക് പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം അത് കുറച്ചുകൂടെ സംസ്കരിച്ചുണ്ടാക്കിയെടുത്ത ഒരു സാധനമാണ്. അത് കുറച്ചുകൂടെ ആക്യുറസിക്ക് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അതിന് ട്രെയിനിങ് ആവശ്യമാണ്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അതിനാണ് ട്രെയിനിങ് ആവശ്യമാണെന്ന് പറയുന്നത്. അതേ ട്രെയിനിങ് തന്നെയാണ് മന്ത്രപരിശരണയ്ക്കും സംസ്കൃത മന്ത്രങ്ങൾക്കും ആവശ്യമുള്ളത്. അത് ഭാഷാമന്ത്രങ്ങൾക്ക് നിർബന്ധമില്ല. ഉള്ളതുകൊണ്ട് കേട്ടോ, ഭാഷാമന്ത്രങ്ങളിൽ അത് ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട്. എന്തായാലും ഒരേ സംസ്കൃതത്തിലുള്ള അതേ ദേവതകൾക്ക് തന്നെ ഭാഷയിൽ പ്രയോഗങ്ങളുണ്ട്. തിരുമേനി, നമ്മളിപ്പോൾ മന്ത്രങ്ങൾ, അതിൻ്റെ വിന്യാസം, അതിൻ്റെ പ്രയോഗം ഒക്കെ പറഞ്ഞു. ഒരാളൊരു മന്ത്രം പ്രയോഗിച്ച് ശാന്തി അല്ലാത്ത രീതിയിലുള്ള മറ്റഞ്ച് കർമ്മങ്ങളിൽ ഏതെങ്കിലും ചെയ്താൽ അത് തടയാനായി ചെയ്യാനുള്ള ഒരു ഊർജത്തിൻ്റെ പ്രവാഹം ഉണ്ടല്ലോ. നമ്മൾക്കതെങ്ങനെ, ഒരു ഉപാസകനെ അതെങ്ങനെ കണ്ടുപിടിച്ച് തടയാനാകും? അത് തിരിച്ചൊരു ശക്തി എങ്ങനെ പ്രയോഗിക്കാനാകും? ഇതിൻ്റെ മന്ത്രങ്ങളെ വിപരീത മന്ത്രങ്ങളെ പ്രയോഗിച്ചാൽ മതി. വിപരീത മന്ത്രം. പിന്നെ ചില മന്ത്രങ്ങൾക്ക് ഏത് മന്ത്രമാണെങ്കിൽ പോലും പറ്റും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അഘോരമന്ത്രം. അഘോരമന്ത്രം മന്ത്രത്തിലെ അക്ഷരങ്ങളെ വിഘടിപ്പിച്ച് കളയും. മന്ത്രങ്ങളായിട്ട് നിൽക്കുന്നത് അതിൻ്റെ അക്ഷരങ്ങളെ കൊണ്ടാണ്, അക്ഷരങ്ങളുടെ ഘടനയെ കൊണ്ടാണ്. അതിനെ അക്ഷരങ്ങളായിട്ട് തന്നെ പ്രത്യേകം വിഘടിപ്പിച്ച് മാറ്റിക്കഴിഞ്ഞാൽ അത് പിന്നെ ആ മന്ത്രമായിട്ട് നിലനിൽക്കില്ല. അത്തരത്തിൽ അഘോരമന്ത്രത്തിന് ഈ മന്ത്രാക്ഷരങ്ങളെ മുഴുവൻ വിഘടിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. അഘോരമന്ത്രത്തിൽ പ്രയോഗിക്കുന്നത് 50 അക്ഷരങ്ങളാണ്.
ഈ 50 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേക ആവൃത്തിയിൽ പ്രയോഗിക്കുമ്പോൾ മന്ത്രാക്ഷരങ്ങൾ വിഘടിച്ചു പോകും. പക്ഷെ എന്ത് വിഘടിച്ചാലും അതിലൊരു താപം ഉണ്ടായി വരും, എന്തിനെ വിഘടിപ്പിച്ചാലും അതിലൊരു ഊർജ്ജം ഉണ്ടായി വരും. ആ ഊർജ്ജം ഈ പ്രയോഗിക്കുന്ന ആളെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ആ അഘോരമന്ത്രങ്ങളുടെ പ്രയോഗം കഴിഞ്ഞാൽ തൊട്ടുപുറകെ തന്നെ ഗായത്രിയുടെ ഉപയോഗം വേണം. ഗായത്രി അവനവൻ സ്വയം ജപിക്കുകയോ അല്ലെങ്കിൽ സുഹൃതോമം ചെയ്യിപ്പിക്കുകയോ വേണം. ഈ മറ്റുള്ള ഇപ്പോൾ ഹൈന്ദവം അല്ലാത്ത സിസ്റ്റത്തിലുള്ള പലരും പലതും ഇതുപോലെ ചെയ്തു, അങ്ങനെ അതുകൊണ്ട് ആദ്യം അവർ കാണാതിരിക്കാൻ കെട്ടിട്ടിട്ടാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്തരം ഘട്ടങ്ങളിലൊക്കെയാണ് ഒരു ഉപാസകൻ എങ്ങനെയാണ് അതിനെ നേരിടുക? അതായത് ഒരു മന്ത്രമൂർത്തിയെ ഒരു ആവശ്യത്തിനായിട്ടൊരു മൂർത്തിയെ അയക്കുമ്പോൾ, ഒരു മന്ത്രത്തെ അയക്കുമ്പോൾ അതിൻ്റെ ഗമനമാർഗത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടൊരു മറ്റൊന്നിനെ പ്രയോഗിക്കും. അപ്പം ഈ പോയതിന് തിരികെ വരാനുള്ളൊരു ശേഷിയില്ലാണ്ടാവും. വന്നാലും അവിടം വരെ വന്നിട്ട് തിരികെ പോകേണ്ട വരും. അത്തരം ചെയ്യുന്നതിനാണ് ഈ കെട്ടിടുക, മുട്ടുവയ്ക്കുക എന്നൊക്കെ പറയും. ആദ്യം ഈ ഗമനമാർഗത്തെ തടസ്സപ്പെടുത്തുന്നതിനെയാണ് ആദ്യം മാറ്റേണ്ടത്. അത് മാറ്റിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അത് എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമേ ഇതിന് മുട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവുള്ളൂ. സാധാരണ ഒരാൾക്ക് ബുദ്ധിമുട്ടാണ്. സാധാരണ ഇപ്പം പെട്ടെന്നൊരു ദിവസം പൂജ പഠിച്ച ഒരാൾ ഒരു ആവാഹനയ്ക്ക് ഇരുന്നാലൊന്നും മുട്ടുള്ളതൊന്നും മനസ്സിലാവില്ല. അതാണ് ഈ വെളുപ്പിനെ 3 മണിയൊക്കെ ഇരുന്ന് ആവാഹിക്കുന്നത്, രാത്രി തുടങ്ങി തീരാതെ. നല്ല തപസ്യായിട്ടുള്ള ഒരാളാണെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് ഏത് ബാധ ആവാച്ച് തീരും. 1 മണിക്കൂർ വേണ്ട, ക്രിയയെല്ലാം ഉൾപ്പെടെ ഞാൻ പറയുന്നത് തീരണം. കാരണം അയാളെ ഒഴിവ് കണ്ടിരിക്കുന്നതാണ്, അയാൾ വന്ന് ചെയ്താൽ ഒഴിയേണ്ടതാണ്, അല്ലാതെ പിന്നെ ബാധ കടന്ന് കളിക്കൊന്നുമില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾക്ക് അതിന് ശക്തിയില്ലെന്നും അയാൾ പോരാന്നുമാണ്. ഇപ്പോൾ ഓരോരുത്തർ ഇവിടെ പറയുന്നത് കേൾക്കാം, 9 മണിക്ക് തുടങ്ങി 3 മണിക്കാണ് വെളുപ്പിനെ തീർന്നത് എന്നൊക്കെ ഇവിടെ വന്ന് പല ജ്യോത്സ്യന്മാരും പറയും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ മറ്റെന്തെങ്കിലും ജോലി നോക്കുക എന്നുള്ളതാണ്. അവരെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് ആ കഴിപ്പിച്ച ആൾക്കാർക്കും പൂജ കഴിപ്പിച്ച ആൾക്കാർക്കും എന്തെങ്കിലും ഫലം ഉണ്ടാവുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കും. ഈ പല വിധത്തിലുള്ള ഇപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ കുടുംബത്തിൽ നിന്ന് ദേവതമാരെ ആവാഹിച്ചു കൊണ്ടുപോകുന്ന പതിവുണ്ടല്ലോ. ഇപ്പം ഞങ്ങളുടെ ക്രൂവിൽ തന്നെയുള്ള അവരുടെ വീടുകളിൽ നിന്നൊക്കെ ആവാഹിച്ചു കൊണ്ടുപോയിട്ടുണ്ട് സർപ്പങ്ങൾ, ദൈവികളെ ഒക്കെ. എന്നാൽ അതിന് പ്രത്യേകിച്ച് ഒരു ഫലവും കാണാതെ വരുന്ന അവസ്ഥയും ഇതുപോലെ തന്നെ ആയിരിക്കും. നമ്മൾ ഒഴിവ് കണ്ട ആൾക്ക് അത്ര പ്രാപ്തി പോരാ, അതുകൊണ്ടായിരിക്കും അല്ലേ? അല്ല, ഞാനൊരു ദിവസം ഇവിടുന്ന് എറണാകുളം വരെ പോയി. ഞാൻ എറണാകുളത്തിന് പോയി. ശരി. എൻ്റെ വീട്, എൻ്റെ സ്ഥലം, ആധാരം എൻ്റെ പേരിൽ. ഞാനിവിടെ തിരിച്ചു വരുമ്പോഴേ ഇത് പൊളിക്കുകയാണ്. വീട് പൊളിക്കുക. കുറേ ആൾക്കാർ കൂടി, ഇവിടെ ഉള്ളവരെല്ലാം കൂടെ ചേർന്ന് വേറെ കുറേ ആൾക്കാരും കൂടെ വന്ന് പൊളിക്കുകയാണ്. എന്നിട്ട് എന്നോട് പറയാണ്, അങ്ങയുടെ താമസം അപ്പുറത്തെ കേശവൻ്റെ വീടിൻ്റെ പത്തായത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഇവിടുന്ന് മാറിത്തരണം. പോവോ? ഇല്ല, ഒരു കാരണവശാലും പോവില്ല, എൻ്റെ സ്ഥലമാണ്. എനിക്ക് എന്തൊക്കെ ദോഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്യും. അതുപോലെ തന്നെയാണ് സർപ്പങ്ങളുടെ കാര്യം. അവരുടെ ഭൂമിയാണത്, നിങ്ങളവിടെ താമസിക്കുകയാണ്. ആധാരം നിങ്ങളുടെ പേരില്ല ഭൗതികമായിട്ട്, പക്ഷേ ഇതിൻ്റെ ആത്മീയമായ അവകാശം അവരാണ്. ആ ആത്മീയമായ വിഷയത്തിൽ ആത്മീയമായ അവകാശത്തിന് മാത്രമേ വാല്യൂ ഉള്ളൂ. നിങ്ങളുടെ ആധാരം നിങ്ങളുടെ പേരിലായതുകൊണ്ട് കാര്യമൊന്നുമില്ല. പക്ഷെ കേരളത്തിൽ ഇപ്പം ഞാൻ പേരെടുത്ത് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് താന്ത്രികരുടെ ഇത് പറയുന്നില്ല. എന്നാലും കേരളത്തിൽ അറിയപ്പെടുന്ന പല നാഗദൈവങ്ങളുടെ ക്ഷേത്രങ്ങളിൽ നിന്ന് വന്നു പോലും ഇത്തരത്തിലുള്ള ക്രിയകൾ ചെയ്യുന്നുണ്ട്. അപ്പം അത് നമുക്ക് എങ്ങനെയാണത്? ഇപ്പം അങ്ങ് കാവുകളുടെ പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു ആളാണ്. അങ്ങേ പോലൊരാള് അത്തരത്തിലൊരു ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത് സാധാരണക്കാർക്ക്? സാധാരണക്കാരെ ഒഴിവാക്കരുതെന്ന്. കാവ് നമുക്ക് വേണം. കാവ് ഇവിടെ വൈക്കത്ത് നിന്നുള്ളൊരു അനുഭവം പറയാം. വൈക്കത്തൊരു സുഹൃത്ത് ഇവിടെ വന്ന് 8 ലക്ഷം രൂപ ഗ്രേക്ക് വാങ്ങി. 8 ലക്ഷം ഒരു സ്ത്രീ. അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപ എന്നുണ്ട് ആ സമയത്ത്. കോട്ടയത്തുള്ള ഒരാളെ വിളിച്ചുകൊണ്ട് വന്നു. ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ ചാർത്ത് പിന്നീട് ഞാൻ കണ്ടപ്പോൾ അതൊരു 75,000 രൂപ അല്ലെങ്കിൽ 80,000 രൂപയ്ക്ക് മുകളിലേക്ക് എഴുതാനില്ല. എഴുതാനില്ല. അതിന് 3 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങി. വൈക്കത്തുള്ള റിസോർട്ടിലുള്ള 12 മുറികൾ മുഴുവൻ ഫില്ല് 3 ദിവസത്തേക്ക്. എന്നിട്ട് ജ്യോത്സ്യനും പരിവാരങ്ങളും തന്ത്രിയും പരിവാരങ്ങളും എല്ലാവരും കൂടി കുളിച്ചുണ്ട് സന്തോഷമായിട്ട് അവരെ മുടിപ്പിച്ച് എന്തൊക്കെയോ ആവാച്ച് മാറ്റി പോയി. ഗുണം എന്തുണ്ടായിന്ന് വെച്ചാൽ അക്കൗണ്ടിൽ കിടന്ന കാശ് മുഴുവൻ പോയി. എന്നുവെച്ചാൽ ട്രേഡിങ്ങും അതുമൊക്കെ ചെയ്തു. ഒറ്റ ആഴ്ച കൊണ്ട് അക്കൗണ്ട് ശൂന്യം. നമ്മൾ പറയില്ലേ, കുത്തുപാള എടുപ്പിക്കാന്ന് പറയും. പൂജയ്ക്ക് ഫലം ഉണ്ടായോന്ന് വെച്ചാൽ നല്ല ഉഗ്രം ഫലം ഉണ്ടായിരിക്കുന്നു. ഇവരുണ്ടാക്കിയ ഫലമാണോ എന്ന് വെച്ചാൽ അറിയാൻ മേല. അപ്പം ചെയ്യുന്നതിനൊക്കെ ഒരു മര്യാദയില്ലേ?
എന്തിനും. ഉണ്ട്, ഉണ്ട്. ഇതേ അനുഭവം തന്നെയാണ് പലയിടത്തും ഉണ്ടായിട്ടുള്ളത്. ഇപ്പം ഈ സോക്കോൾഡ് പറയുന്ന ആൾക്കാരൊക്കെ ഇതിൻ്റെ നമ്മളതിന് പറയുന്നതെന്ന് വെച്ചാൽ സർട്ടിഫൈഡ് ആളുകൾ, ഈ സർപ്പത്തിൻ്റെ സർട്ടിഫൈഡ് ആൾക്കാരുണ്ടല്ലോ, അവരാരും ഇപ്പം ചെയ്യുന്നില്ല. 90% അവർ നിർത്തി അനുഭവം കുടുംബത്തിലൊക്കെ വയ്യാത്ത കുട്ടികളും കാരണവന്മാരൊക്കെ കിടന്നു മരിക്കുകയും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നപ്പം ഈ ഒഴിപ്പിക്കലൊക്കെ നിർത്തി. നിങ്ങൾക്കൊരു കാവ് മാറ്റാം, കൃത്യമായിട്ടുള്ളൊരു കാരണം വേണം. ഇപ്പം ഇതിൻ്റെ മുകളിൽ കൂടെ എക്സ്പ്രസ് ഹൈവേ വരികയാണ്. സർക്കാരിൽ നിന്ന് നിർദ്ദേശം വന്നു, ഇത് മാറ്റണം. എന്നെ കാര്യം ധരിപ്പിച്ചു, നോട്ടീസ് വന്നു, എനിക്ക് നഷ്ടപരിഹാരം തന്നു, എനിക്ക് ഇതിൻ്റെ അപ്പുറത്ത് വടക്കോട്ട് മാറി 10 സെൻറ്റ് സ്ഥലവും തന്നു, വീടും വെച്ച് തന്നു. മാറിക്കൂടെ? മാറാം, അത് ചെയ്യാം. അതിന് കാരണമുണ്ട്. കാരണം എന്ത് വിഷയത്തിലും തന്ത്രം എന്ന് പറയുന്ന വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ പ്രജാപതി എന്ന് പറയുന്ന ആൾക്ക് എപ്പോഴും ഒരു പ്രാധാന്യമുണ്ട്. ഈ പ്രജാപതി എന്ന് പറയുന്ന ഒരാൾ ഒരു പൊസിഷനിലുണ്ടല്ലോ, അതിൻ്റെ ചെറിയ റിപ്ലിക്കയാണ് നമ്മളെ ഭരിക്കുന്ന ആളുകൾ. അപ്പം ഭരിക്കുന്ന ആളുകളിൽ നിന്ന് നിർദ്ദേശം ഉണ്ടെങ്കിൽ തന്ത്രത്തിന്റെ വിഷയത്തിൽ മാറ്റം വരുത്താം. പ്രാക്ടിക്കലാണ്. ശക്തൻ തമ്പുരാനാണല്ലോ തൃശ്ശൂർ പൂരം തുടങ്ങി വെച്ചത്, അല്ലാതെ തന്ത്രിയല്ലല്ലോ തുടങ്ങിയത്. അല്ല. ഇന്ന് പല ക്ഷേത്രങ്ങളിലെ ആചാര പദ്ധതികൾക്ക് മാറ്റം വരുത്തിയതെല്ലാം തമ്പുരാക്കന്മാരാണ്. അപ്പൊ എങ്ങനെ അത് മാറ്റി? അത് മാറ്റിയത് അന്നത്തെ കാലത്ത് ഇതുപോലെ തന്നെ അത് മാറ്റിയതാണ്. അത്തരത്തിൽ നമുക്കൊരു കാവ്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു ഹൈവേ വികസനം വരുന്നു, നമ്മുടെ പറമ്പിൽ കൂടെ ഇത് പോവുകയാണ്, കാവ് ഒന്ന് മാറ്റി വെക്കാം. ഞാൻ ഈ കഴിഞ്ഞ വർഷം ഒരു കാവ് മാറ്റി. കഴിഞ്ഞ വർഷമല്ല, ഒരു 2 വർഷമായിട്ടുണ്ടാവും കേട്ടോ. അതായത് കോട്ടയത്തുള്ളൊരു കുടുംബം, അവർ ഈ അട്ടപ്പാടിയിൽ സ്ഥലം വാങ്ങി അങ്ങോട്ടേക്കും ഷിഫ്റ്റ് ചെയ്തു. കാരണം അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ, പൊല്യൂട്ടഡ് അല്ലാത്തൊരു സ്ഥലത്ത് താമസിക്കണം, അങ്ങനെയൊക്കെയുള്ളൊരു പർപ്പസിനാണ്. അപ്പോൾ ആ സ്ഥലം വിറ്റ്, അത് തന്നെ അതിൽ ഒരുപാട് പേര് അവകാശികളും ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കണം. അപ്പം 2 കാവുകൾ അവരുടെ തറവാട്ടിലുണ്ട്. 2 കാവുകൾ, ഒരു ശൈവം ഒരു വൈഷ്ണവം. അപ്പോൾ ഈ കാവുകൾ അവിടെ നിന്ന് മാറ്റി അട്ടപ്പാടിക്ക് കൊണ്ടുപോകണം. ഈ കാവുകളിലെ ദേവതകൾ, കാവ് ഇവരുടെ കൂടെ അല്ലാതെ അവർക്ക് വേറെ എവിടെയും നിലനിൽപ്പില്ല. ഇവർ താമസം മാറുകയാണ്. അപ്പോൾ ആ സമയത്ത് ഈ കാവുകളിലെ ദേവതകളോട് പ്രാർത്ഥിച്ച് അവരിൽ നിന്നൊരു അനുജ്ഞയൊക്കെ വാങ്ങി ഈ കാവ് അതുപോലെ തന്നെ നമ്മൾ അട്ടപ്പാടി കൊണ്ടുവച്ചു. അത് ഇവിടുന്ന് നമ്മൾ അനുജ്ഞയൊക്കെ വാങ്ങി സ്വർണ്ണപ്രതിമകൾ ആവാഹിച്ച് സർപ്പങ്ങളെ മാറ്റി അതുമായി നമ്മൾ നേരെ കാവിൽ, അവരുടെ കാവ്, പുതിയ കാവ് അതുപോലെ തന്നെ കണക്കിൽ പണിതു, വിഗ്രഹങ്ങൾ കൊണ്ടുവന്നു. വിഗ്രഹങ്ങൾ വേണ്ട സ്ഥലത്ത് വിഗ്രഹങ്ങളും വെച്ചു, തിരികെ പ്രതിഷ്ഠിച്ചു. 2-3 വർഷം കഴിഞ്ഞപ്പോൾ പല വീടുകളിലും ഇപ്പോൾ കാണുന്ന ഒരു പുതിയ പ്രശ്നം വെച്ചാൽ, പുതിയ തരത്തിലുള്ള വീടുകളുടെ പ്ലാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആൾക്കാർ സൗകര്യത്തിനായിട്ട് സ്ഥാനത്ത് നിൽക്കുന്ന മരം വെട്ടുക, കാവുകൾ ഒഴിവാക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പലരും അറിവില്ലാതെ ചെയ്യുന്നുണ്ട്. ഇപ്പം എൻ്റെ തന്നെ ഒരു സുഹൃത്ത് ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഇലഞ്ഞി വെട്ടുക വഴി അവന് ആ വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അവസാനം പല കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത് വിറ്റ് ഒഴിവാക്കി വേറൊരു സ്ഥലത്തേക്ക്, ഇപ്പോൾ ഒരു 2-3 വർഷത്തെ പരിശ്രമത്തിന് ശേഷം ഒരു സ്ഥലത്തേക്ക് താമസിക്കാൻ വന്നിട്ടേ ഉള്ളൂ. ഇപ്പോൾ ആ പെൺകുട്ടിക്ക് അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യാവുന്ന ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇത് പലപ്പോഴും അറിവില്ലായ്മയാണ് ഇത്തരം കാര്യങ്ങളിലേക്ക്. അപ്പോൾ എങ്ങനെ ഒരു സാധാരണക്കാരന് ഈ പറയുന്ന തരത്തിൽ പഴയ കാര്യങ്ങളെ സംരക്ഷിച്ച് പോകാൻ പറ്റും? നമുക്ക് അറിഞ്ഞ് ചെയ്താലും അറിയാണ്ട് ചെയ്താലും ഇത് അഗ്നി പോലെയാണ്. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തൊട്ടാലും, അഗ്നിയാണെന്ന് അറിയാതെ തൊട്ടാലും ഇത് നിങ്ങളെ പൊള്ളിക്കും. പൂർവികമായിട്ട് എന്തൊക്കെയാണോ പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് കൃത്യമായിട്ട് പോകും. ഒരു കാലഘട്ടത്തിൽ ഒരു നാസ്തികവാദം കേരളത്തിൽ ഇങ്ങനെ ശക്തി പ്രാപിച്ചു. ഇതൊക്കെ വെറുതെയാണ്, ഇതൊക്കെ എന്തിനാണ്, ഇതിനൊക്കെ വേണ്ടി പൈസ ചെലവാക്കുന്നത്, ചില സംഘടനകൾ ഉൾപ്പെടെ. അതെ, കാവിൽ കത്തിക്കുന്ന എണ്ണയുണ്ടെങ്കിൽ 4 പപ്പടം കാച്ച എന്നൊക്കെ പറഞ്ഞ് കുറെ ആളുകൾ അവരൊക്കെ മൈക്രോ ഫോറസ്റ്റ് വരുന്ന ഇപ്പം മിയോവാക്കി ഫോറസ്റ്റ് ഒക്കെ വെച്ചാൽ അത് ഹോ സർപ്പക്കാവ് ഹി മോശം, ദ്രാവിഡം, മറ്റേത് ഭയങ്കര ആര്യം, മിയോവാക്കി ഫോറസ്റ്റ്. ഈ വാദം മുമ്പും ഉണ്ടായിരുന്നു. ഇപ്പൊ അവർ പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവതമാരെയാണ് ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞത്, വൃക്ഷലതാദികളെ അല്ല എന്നാണ് പറയുന്നത്. അല്ല അത് കാവിലിരിക്കുന്ന കല്ലാണോ കാവ് എന്ന് പറയുന്നത്? കാവിനെയാണ് ദേവതയായിട്ട് കൂട്ടിയിരിക്കുന്നത്. കാവാണ് ദേവത. കാവുണർത്തൽ, കാവ് പുണ്യാഹം, കാവ് പ്രതിഷ്ഠ എന്നാ പറയുന്നത്. അല്ലാതെ കാവിലിരിക്കുന്ന ആ ശിലയോ ഈ ചിത്രകൂടോ അല്ലെങ്കിൽ സർപ്പത്തിന്റെ രൂപത്തിലുള്ള ഒരു വിഗ്രഹമോ അല്ല കാവ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വിഗ്രഹം മാറ്റിയാൽ പോരെ?
കാവ് മാറ്റുമ്പോൾ വിഗ്രഹം മാറ്റും, വിഗ്രഹം അല്ല മാറ്റേണ്ടി വരുന്നത്, കാവ് ഉൾപ്പെടെയാണ് മാറ്റേണ്ടി വരുന്നത്. അതിനകത്ത് എന്തെല്ലാം സാധനങ്ങളുണ്ടോ അത് അതുപോലെ തന്നെ തിരിച്ചു കൊണ്ട് അവിടെ റീപ്രൊഡ്യൂസ് ചെയ്യണം. ഒരു കാവിലെ ഒരു ഇലയെങ്കിലും വെട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു വിഗ്രഹം എടുത്ത് മാറ്റും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അപകടം. ഒരു മരം വീണു, ഒരു വിഗ്രഹം മറിഞ്ഞു വീണു, വിഗ്രഹം തിരിച്ചു വന്ന് എടുത്ത് വെച്ചാൽ മതി. പക്ഷെ ഒരു കാട്ടുതീ പിടിച്ചു, കാവ് കത്തിപ്പോയി, അത് പോരാ, വിഗ്രഹം അവിടെ ഇരുന്നോട്ടെ, എന്നാൽ പോലും പറ്റില്ല. പിന്നെ പ്രായശ്ചിത്തമൊക്കെ വേണം. അപ്പം ഈ നമ്മൾ കണ്ണുകൊണ്ട് കാണാത്തതൊന്നും ഇല്ല, ഈ കാഴ്ചയ്ക്ക് കാണുന്ന സാധനം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരുതരം വാദം ഒരിടയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ വാദം ഉണ്ടായിരുന്നവരൊക്കെ തന്നെയും ഇപ്പം വാദരോഗികളും ചിത്തരോഗികളും ഒക്കെ ആയിട്ട് അവരുടെ കാലം കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുക. നമ്മൾ ചെല്ലുമ്പോൾ കാണാം, പഴയ പ്രതാപിയായിരുന്നു, ഇപ്പം പാർക്കിൻസൺസ് ആണ്, കണ്ണ് കാഴ്ചയില്ല, ഒരു മൂലയ്ക്കിരിക്കുക. അപ്പം നമുക്ക് കണ്ണുകൊണ്ട്, ഞാൻ അത്ര സാത്വികനൊന്നുമല്ല, ഉള്ളുകൊണ്ട് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. കാരണം ഇതൊക്കെ നശിപ്പിക്കാൻ കൂട്ടുന്നവർക്ക് ഇത് ഇങ്ങനെയെങ്കിലും ഒന്ന് കൊടുക്കുന്നുണ്ടല്ലോ മറുപടി. ഇല്ലെങ്കിൽ അടുത്ത തലമുറ ചീത്തയായിപ്പോയനെ. അമ്മാവൻ പറഞ്ഞാൽ ശരിയെന്ന് പറയും. അതെ അതെ. അപ്പം അമ്മാവൻ പറഞ്ഞാൽ അല്ല ശരി, അമ്മാവൻ ഒറ്റൊരുത്തം കാരണമായി ദുരിതം മുഴുവൻ വന്നതെന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പം നമ്മൾ പോകുന്നിടത്തൊക്കെ കാണുന്ന കാര്യമായി പറയുന്നത്. രണ്ടുപേര് കൂടി ഒരു ദിവസം തീരുമാനിക്കുകയാണ്, ഒരു കുഴി കുത്തി വിഗ്രഹം അങ്ങ് മൂടിയേക്കാന്ന്. തലേ മാസം വരെ പൂജ കഴിച്ച വിഗ്രഹം എടുത്ത് കുഴിച്ചിട്ടു. ഇനി എന്താണ് പരിഹാരം എന്ന് ചോദിക്കുന്നത്. അപ്പം ഒന്നും സംഭവിച്ചില്ല. 2-3 കൊല്ലം രാജാവായിട്ടങ്ങ് പോയി. അത് കഴിഞ്ഞങ്ങ് തുടങ്ങി ഒരു സൈഡിൽ നിന്ന്. ഇനിയിപ്പം അടുത്ത തലമുറ വന്നിരിക്കുക. എന്താ ഞാൻ പറഞ്ഞപ്പോൾ കുഴിച്ചിട്ടവരവിടെ, അവരുടെയൊക്കെ കാലം കഴിഞ്ഞു, അവരൊക്കെ പോയി. കണ്ണിന് കാഴ്ചയില്ലാതെ ഒരാൾ മരിച്ചത്, കുറേ കാലം കിടന്ന് മരിച്ചു. ഒരാൾക്ക് വാദമായിരുന്നു, അയാൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റില്ലാത്തത്ര, ആമവാദം സന്ധിവാദമൊക്കെ ആയിട്ട് മരിച്ചു. ശ്വാസം മുട്ടും, ആകെ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഉള്ള കുഞ്ഞുങ്ങൾക്കൊന്നും വയ്യ. അപ്പോൾ ഈ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരാണ്, രണ്ടാമത്തെ തലമുറക്കാരാണ് വന്നിരിക്കുന്നത്, എങ്ങനെയെങ്കിലും ഒന്ന് പ്രതിഷ്ഠിക്കണം എന്ന് പറഞ്ഞു, തിരിച്ചു വയ്ക്കണം എന്ന് പറഞ്ഞു. ഒന്നും ചെയ്യാനില്ല. JCB കൊണ്ട് മാന്തി വിഗ്രഹം ഉണ്ടോ എന്ന് ആദ്യം നോക്കാൻ പറഞ്ഞു. ഉണ്ടെങ്കിൽ അത് തന്നെ പ്രതിഷ്ഠിക്കണം, പുതിയത് വയ്ക്കാൻ പറ്റില്ല. പുതിയത് കൊണ്ട് വയ്ക്കണമെങ്കിൽ അറിയാലോ, വിഗ്രഹം ഉപേക്ഷിക്കാനുള്ള മാനദണ്ഡങ്ങളുണ്ട്. JCBക്ക് മാന്തി എടുക്കണം എവിടെയാണെന്ന് വെച്ചാൽ കണ്ടുപിടിച്ചിട്ട്, എന്നിട്ട് അത് പറ്റുമെങ്കിൽ അത് തന്നെ പ്രതിഷ്ഠിക്കണം. ഇനി അതല്ല, അത് പൊട്ടി വട്ടമൊക്കെ ഒടിഞ്ഞു പോയതാണ് കിട്ടുന്നതെങ്കിൽ പുതിയ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു.